ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതായത് സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അത് മുൻവർഷങ്ങൾ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഇതിൽ രണ്ട് മാത്രമാണ് ശരിയായുള്ളത്. അതായത് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. ഓപ്ഷൻ എ ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 61ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 62ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ജെയിന്റ് വീലിന്റെ ചലനമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് ജെയിന്റ് വീലിന്റെ ചലനം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ടൈറ്റാനിയം ആണ് കേട്ടോ. കൂട്ടത്തിൽപ്പെടാത്തത് ടൈറ്റാനിയം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന് ലക്ഷണമാണ്? ഇതിനെയാണ് കണ, റിക്കറ്റ്സ് എന്ന് പറയും. കണ കേട്ടോ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കണ. അടുത്ത ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഇതിൽ കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. 1, 2, 3 എന്നിവ ശരിയാണ്, 4ാമത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ജപ്പാൻ. ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഈ കൊടുത്തിരിക്കുന്നതിൽ ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ് ആണ് ഒറ്റപ്പെട്ടത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? വവ്വാൽ കേട്ടോ. വവ്വാലാണ്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓപ്ഷൻ സി ആണ്, ഡയബറ്റിസ് മെലിറ്റസ്. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പ് കേട്ടോ. ഇരുമ്പ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 70ാമത് ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? സ്ഫിഗ്മോ മാനോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ, സ്ഫിഗ്മോ മാനോമീറ്റർ. അടുത്ത ചോദ്യം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹം കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, പ്രമേഹം. 73ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ് കേട്ടോ. ലിംഫോസൈറ്റ് ആണേ. ഓപ്ഷൻ സി ആണ്. 74ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? വൈബ്സ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, വൈബ്സ്. 75ാമത് ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത്? ബാലമിത്ര കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ബാലമിത്ര.
താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. COVID-19 രോഗപ്രതിരോധത്തിന് വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണെന്നാണ് കേട്ടോ. സ്പുട്നിക് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്പുട്നിക്. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക്. അടുത്ത ചോദ്യം. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാവുന്നതാണ്? അയോഡിൻ കേട്ടോ, അയോഡിൻ. ഓപ്ഷൻ എ അയോഡിൻ. അടുത്ത ചോദ്യം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ് കേട്ടോ. 120/80 mmHg ആണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം സി റൈബോഫിനോൾ എന്നുള്ളത് തെറ്റായ ജോഡിയാണ് കേട്ടോ. ശരിയല്ലാത്ത ജോഡിയാണ് ജീവകം സി എന്നുള്ളത് കേട്ടോ. അതാണ് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത്. 38ാമത്തെ ചോദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ, ഹൃദ്യം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏത്? തൃശ്ശൂരാണ്. ഓപ്ഷൻ ബി തൃശ്ശൂർ. 40ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഗോയിറ്റർ കൊടുത്തിട്ടുണ്ട്, ക്രട്ടനിസം കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 കേട്ടോ. 1, 2, 3. അടുത്ത ചോദ്യം. TPRൻ്റെ പൂർണ്ണരൂപം എന്ത്? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കേട്ടോ. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. മഴവില്ല് ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ഓപ്ഷൻ എ പ്രകീർണനം. അടുത്ത ചോദ്യം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ്? കൊഹിഷൻ ബലം. ഓപ്ഷൻ ബി ആണ്, കൊഹിഷൻ ബലമാണ്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 2ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത കേട്ടോ. മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ൻ്റെയാണ് പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത. അടുത്ത ചോദ്യം. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? റോജർ പെൻറോസ് ആണ് കേട്ടോ. റോജർ പെൻറോസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത്? Al2O3 2H2O. അതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. Al2O3 2H2O ആണ് ബോക്സൈറ്റിൻ്റെ രാസസൂത്രം. അടുത്ത ചോദ്യം. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? കാൽഷ്യം ഓക്സൈഡ് കേട്ടോ. കാൽഷ്യം ഓക്സൈഡ്. അടുത്ത ചോദ്യം. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഡി ബ്ലോക്ക്. ഓപ്ഷൻ സി ആണ്, ഡി ബ്ലോക്ക്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ഡി ബ്ലോക്ക്. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമാനുവൽ ഷാർപ്പൻറ്റിയർ, ജെന്നിഫർ എ ഡൗന കേട്ടോ. ഡൗനാണ്. ജെന്നിഫർ എ ഡൗന, ഇമാനുവൽ ഷാർപ്പൻറ്റിയർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ക്രിസ്പർ കാസ്9 എന്നാണ് കേട്ടോ. ക്രിസ്പർ കാസ്9. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ചോദ്യം. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ എ ആണ്, ജോൺ ഡാൾട്ടൺ. 62ാമത്തെ ചോദ്യം നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. 63ാമത്തെ ചോദ്യം. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി
ഓപ്ഷൻ ബി ചെവിയാണ്. 64-ാമത്തെ ചോദ്യം, ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6 ആണ് കേട്ടോ. 6.2 to 7.6. 65-ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഓപ്ഷൻ ഡി അതിൽ പെടാത്ത കാര്യമാണ്, ആർദ്രം പദ്ധതിയിൽ പെടാത്ത കാര്യമാണ് ഓപ്ഷൻ ഡി കൊടുത്തേക്കുന്നത് കേട്ടോ. 66-ാമത്തെ ചോദ്യം നോക്കാം. 27-ാമത് സംസ്ഥാനത്ത് വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിൽ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിനം ഏതാണ്? KAU മനുരത്ന. ഓപ്ഷൻ സി ആണ് KAU മനുരത്ന. 67-ാമത്തെ ചോദ്യം, ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. 61-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി കരൾ. 62-ാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെക്ടനി. ഓപ്ഷൻ സി ടെക്ടനി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 63-ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 64-ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസീമ കേട്ടോ. എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസീമ. 65-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയാണ് കേട്ടോ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. 66-ാമത്തെ ചോദ്യം, തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ കേട്ടോ. ഓപ്ഷൻ സി ആണ് അക്ഷയ. അപ്പൊ ബാക്കി മൂന്നും എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ഇതൊക്കെ എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനമാണെന്ന് ഓർത്തിരിക്കുക. അതുകൂടി പഠിച്ചു പോവുക. അപ്പോൾ 67-ാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് കേട്ടോ. കാസർഗോഡ്. 68-ാമത്തെ ചോദ്യം, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് സസ്യഭുക്ക്. ഓപ്ഷൻ സി സസ്യഭുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ആര്? സസ്യഭുക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ. 69-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 കേട്ടോ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. 70-ാമത്തെ ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? 1983 അപ്പീക്കോ പ്രസ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അപ്പീക്കോ പ്രസ്ഥാനം. 71-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഏകാറ്റോമികമായിട്ടുള്ളതാണ് ഹീലിയം കേട്ടോ. ഹീലിയം. ഓപ്ഷൻ എ ആണ് ഹീലിയം. 72-ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് കേട്ടോ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറഞ്ഞാൽ. 73-ാമത്തെ ചോദ്യം, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നൈട്രജനുമായിട്ട് പ്രവർത്തിച്ച നൈട്രേറ്റ് ഉണ്ടാക്കുന്നു കേട്ടോ. 73-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 74-ാമത്തെ ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ കേട്ടോ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം? സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി 75-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ എന്നാണ് കേട്ടോ. പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 76-ാമത്തെ ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ
പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ്? 30 ഡിഗ്രി തന്നെയാണ്. ഓപ്ഷൻ ബി 30 ഡിഗ്രി തന്നെയാണ്. 77ാമത്തെ ചോദ്യം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് ആണ് കേട്ടോ. കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ്. 78, പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാ? ഓപ്ഷൻ ഡി ആണ് LPG കേട്ടോ. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 79ാമത് ചോദ്യം, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ് കേട്ടോ. ഓപ്ഷൻ ബി ഊഷ്മാവ്. 80ാമത്തെ ചോദ്യം, ദോലനത്തിന് ഉദാഹരണം ഏതാ? ഊഞ്ഞാലിന്റെ ചലനം കേട്ടോ. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 42ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മാസ് കേട്ടോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ എന്ത് പറയുന്നു? മാസ്. അടുത്ത ചോദ്യം, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന് മധ്യബിന്ദു ഏതാണ്? പോൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു ഏതാണ്? പോൾ. 44ാമത്തെ ചോദ്യം, ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ, മാലിയബിലിറ്റി. 45ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ആണ് ബുധൻ. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബുധൻ. 46ാമത്തെ ചോദ്യം, 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശം കേട്ടോ. ഓപ്ഷൻ ബി ആണ് പ്രകാശം. അടുത്ത ചോദ്യം, P1V1 P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽസ് ലോ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ബോയിൽസ് ലോ. 48ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് മെർക്കുറി കേട്ടോ, മെർക്കുറി. 49ാമത്തെ ചോദ്യം, ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും? ഓസ്മോട്ടിക് മർദ്ദം കേട്ടോ. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും എന്നാണ് ചോദ്യം. ഏതാണ്? ഓസ്മോട്ടോണിക് മർദ്ദം കേട്ടോ, ഓസ്മോട്ടോണിക് മർദ്ദം. 50ാമത്തെ ചോദ്യം നോക്കാം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? 1:2 ppm കേട്ടോ. 1:2 ppm ആണ് കറക്റ്റ് ആയിട്ട് അതിന്റെ കുടിവെള്ളത്തിന്റെ BOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. 51ാമത്തെ ചോദ്യം, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, നൈട്രേറ്റ്. ആദ്യ ചോദ്യം ഇതാണ്, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ ആണ് ആൻസർ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. 35ാമത്തെ അടുത്ത ചോദ്യമാണ്, കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? യൂസ്റ്റേക്കിയൻ നാളിയാണ് കേട്ടോ. യൂസ്റ്റേക്കിയൻ നാളി. ഓപ്ഷൻ ബി ആണ് യൂസ്റ്റേക്കിയൻ നാളിയാണ് ആൻസർ. അടുത്ത ചോദ്യം, IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ എന്ന ചോദ്യം. ജൈവവൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതില് 1, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? തെറ്റാണ്. ജപ്പാൻ ആസ്ഥാനം എന്നുള്ളത് തെറ്റാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏത്? എയ്ഡ്സ് ആണ്. ഓപ്ഷൻ സി എയ്ഡ്സ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്? ഇത് സയൻസിൽ വരുന്നതല്ല. അപ്പോൾ അത് വെസ്റ്റ് ബംഗാൾ കേട്ടോ. പശ്ചിമ ബംഗാളാണേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെയുണ്ടാകുന്ന രോഗങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ
രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവാന്ന് ചോദിച്ചേക്കുന്നത്. ഒന്ന് സിക്കിൾ സെൽ അനീമിയ, അതേപോലെ തന്നെ ഹീമോഫീലിയ കേട്ടോ. 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2 എന്നിവ അതാണ് ശരിയായ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ് കേട്ടോ. ഓപ്ഷൻ ബി ചൈന. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. 10 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യമാണ്, തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. 4:1 ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 4:1 കേട്ടോ. അടുത്ത ചോദ്യം, ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? എത്ര ദിവസമാണ്? 14 ഭൗമദിനങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഏതാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. അടുത്ത ചോദ്യം, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക കേട്ടോ. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തിളക്കം വർദ്ധിപ്പിച്ച്, അടുത്ത ചോദ്യമാണ്, തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പു സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? അക്വാ റീജിയയിലുള്ളത് ഏതൊക്കെയാണ്? HCl-ഉം HNO3യും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. HCl-ഉം HNO3യും. അടുത്ത ചോദ്യം, പൂരിതലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. ഏതാണ്? ഏകാത്മക മിശ്രിതം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. പൂരിതലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്, ഏകാത്മക മിശ്രിതം കേട്ടോ. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ. ഓപ്ഷൻ എ ആണ് ക്വാണ്ടം ഡോട്ടുകൾ. അടുത്ത ചോദ്യം, സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏത്? ഏതാണ്? CaO കേട്ടോ. കാൽഷ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ ആൻസർ. അടുത്ത ചോദ്യമാണ്, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ്? ജെയിന്റ് വീലിന്റെ ചലനം ആണ് കേട്ടോ. ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തതാണ് ജെയിന്റ് വീലിന്റെ ചലനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ടൈറ്റാനിയം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ടൈറ്റാനിയം. അടുത്ത ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ
ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു, ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു, തെറ്റാണ്. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ, കേട്ടോ. ഓപ്ഷൻ ബി ജപ്പാൻ. അടുത്ത ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇതില് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഉൾപ്പെടാത്തത്, കേട്ടോ. ഇതാ ഓപ്ഷൻ ഡി ആണ് അതിൽ ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം ആ ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കേട്ടോ. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചിക്കൻ ബോക്സ് ആണ്, കേട്ടോ. ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് ആണ് ഒറ്റപ്പെട്ടത്. അടുത്ത ചോദ്യം, നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? വവ്വാൽ. ഓപ്ഷൻ എ വവ്വാലാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ്, കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. ഓപ്ഷൻ സി ഇരുമ്പ്. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? സ്ഫിഗ്മോമാനോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹമാണ്, കേട്ടോ. പ്രമേഹം. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ്, കേട്ടോ. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ വൈപ്സ്, കേട്ടോ. വൈപ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ബാലമിത്ര എന്നാണ്, കേട്ടോ. ബാലമിത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഏതൊക്കെയാണ്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എന്ത് പകരില്ല? എയ്ഡ്സ് രോഗം പകരില്ല എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമാണ്, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജില്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതിൽ ശരിയായതെന്ന് പറഞ്ഞാൽ 1ഉം 3ഉമാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. 1ഉം 3ഉമാണ് ശരിയായ ജോഡികൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇതിനെയാണ് സിങ്ക്. ഓപ്ഷൻ ഡി സിങ്ക്. അടുത്ത ചോദ്യം, അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആര്? അഷ്ടനിയമം ആവിഷ്കരിച്ചതാണ് ന്യൂലാൻഡ്സ്, കേട്ടോ. ഓപ്ഷൻ ബി ആണ് ന്യൂലാൻഡ്സ്. അടുത്ത ചോദ്യം, ജലത്തിന്റെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഓപ്ഷൻ സി ആണ്. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിന്റെ ഘടകമൂലകങ്ങൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് PVC, കേട്ടോ. ഓപ്ഷൻ ഡി PVC. അടുത്ത ചോദ്യം, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം, കേട്ടോ. വികിരണമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? ഇതില് 2ഉം 3ഉം. പ്രതിബിംബത്തിന്റെ വലിപ്പം
വസ്തുവിൻ്റേതിനേക്കാൾ ചെറുതായിരിക്കുമെന്നുള്ളതും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതും സവിശേഷത അല്ലാത്തതാണ്. ബാക്കി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം കേട്ടോ. അതാണ് സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 27 1/3 ദിവസം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 27 1/3 ദിവസമാണ്. അടുത്ത ചോദ്യം, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനമാണ് കേട്ടോ. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനമാണ് കേട്ടോ. അതാണ് വർത്തുള ചലനം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവി കേട്ടോ. ഓപ്ഷൻ ബി നീരാവിയാണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നീരാവി. അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? നമുക്കറിയാം ഓപ്ഷൻ ഡി ജലദോഷം ഒരു വൈറസ് രോഗമാണ്. ജലദോഷം ഒരു വൈറസ് രോഗമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, 2021 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ 35ാമത്തേന് കേട്ടോ. അടുത്ത ചോദ്യം, തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? തയാമിൻ ഏതാണ്? B1 കേട്ടോ. വൈറ്റമിൻ B1 ആണ്. ജീവകം B1 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, എന്താണ് യൂട്രോഫിക്കേഷൻ? ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ് യൂട്രോഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഗതിക കർഷണവും സ്ഥിതകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് ആ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ളത് ഏതൊക്കെയാണ്? ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. അതേപോലെ തന്നെ ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. അപ്പോൾ 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 2ഉം 4ഉമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം, പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീതാനുപാതത്തിലായിരിക്കും. അതാണ് ചേരാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. 4ാമത്താണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 2022 അടുത്ത ചോദ്യമാണ്, 2022 ഊർജ്ജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഫോസ്ഫറസിന്റെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഫോസ്ഫറസ്. അടുത്ത ചോദ്യം, ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത് BF3. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് BF3. അടുത്ത ചോദ്യം, ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി എഥനോൾ കേട്ടോ. എഥനോൾ ആണേ. അടുത്ത ചോദ്യം, ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് എന്താണ്? ഓർബിറ്റൽ. ഓപ്ഷൻ ബി ഓർബിറ്റൽ എന്നാണ് കേട്ടോ. ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓർബിറ്റൽ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ഓർബിറ്റൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിനു വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഇതില് ശരിയായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്ത ചോദ്യം, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, ശരിയാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. അപ്പോൾ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഇതില് കാൽഷ്യം സംക്രമണ ലോഹം എന്നുള്ളതും ക്ലോറിൻ ഉത്കൃഷ്ട വാതകം എന്നുള്ളതും എന്താണ്? ബന്ധമില്ലാത്ത, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം കേട്ടോ. 2ഉം 4ഉം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8 ആണ് കേട്ടോ. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1:8. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? 20 ഹെർട്സ് അല്ലെ? 20 ഹെർട്സ് ആണ്. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂള് കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണിത്. സംവഹനം കേട്ടോ. ഓപ്ഷൻ ബി സംവഹനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണിത്. സംവഹനം. ഓപ്ഷൻ ബി ആണ് ആൻസർ. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത്? ദോലനം കേട്ടോ. ഓപ്ഷൻ ബി ദോലനമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ഏതാണ്? കൽക്കരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി കൽക്കരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.